ഓക്കെ മക്കളെ, നമുക്ക് അടുത്തായി നോക്കാൻ പോകുന്നത് നമുക്കൊരു ബനാങ്ക ആൾജിബ്രയിൽ ഒരു ഇൻവേഴ്സ് എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. അതായത് ഒരു എലമെൻറ്റ് ഇൻവെർട്ടബിൾ ആണ്, എക്സ് ഇൻവെർട്ടബിൾ ആൻഡ് അനദർ എലമെൻറ്റിൻ്റെ കണ്ടീഷൻ ഇറ്റ്സ് നോം വാല്യൂ ലെസ് ദാൻ 1 ബൈ നോം എക്സ് ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ എക്സ് ഇൻവെർട്ടബിൾ ആണ്, അതിൻ്റെ ഇൻവേഴ്സ് ഉപയോഗിച്ച് നോം ഉപയോഗിച്ചുകൊണ്ട് വൈയുടെ നോം പറയാൻ പറ്റും. അതായത് നോം വൈ ലെസ് ദാൻ 1 ബൈ നോം എക്സ് ഇൻവേഴ്സ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് മൈനസ് വൈ ഇൻവെർട്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി എക്സ് മൈനസ് വൈ ഇൻവെർട്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിനർത്ഥം അതിന് ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സിന് ഇൻവേഴ്സ് ഉണ്ടെന്ന് അറിയാം. ഓക്കെ, നൗ കൺസിഡർ എക്സ് മൈനസ് വൈ ഉണ്ടെന്ന് അറിയാമെങ്കിൽ എക്സ് മൈനസ് വൈയിൽ നിന്ന് എക്സിനെ പുറത്തെടുക്കുമ്പോൾ അവിടെ നമുക്ക് ഇ മൈനസ് എക്സ് ഇൻവേഴ്സ് വൈ എന്ന് കിട്ടും. അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ മനസ്സിലാവും. എക്സ് ഇൻറ്റു ഇ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, മൈനസ് എക്സ് ഇൻവേഴ്സ് ഇ ആവും, ഇ വൈ എന്ന് കിട്ടും, അതായത് വൈ തന്നെയാവും. അതിനർത്ഥം എക്സ് മൈനസ് വൈ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് വൈയെ നമുക്ക് ഇങ്ങനെയും എഴുതാൻ പറ്റും. ഇനി എക്സ് ഓൾറെഡി ഇൻവെർട്ടബിൾ ആണ്, നമ്മളപ്പോൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇ മൈനസ് എക്സ് ഇൻവേഴ്സ് വൈ എന്ന് പറയുന്ന എലമെൻറ്റ് കൂടി ഇൻവെർട്ടബിൾ ആണെങ്കിൽ എക്സ് ഇൻവെർട്ടബിൾ ആണ്, അതിൻ്റെ രണ്ടാമത്തെ എലമെൻറ്റ് ഇൻവെർട്ടബിൾ ആണ്, പ്രൊഡക്റ്റ് ഓഫ് ടു ഇൻവെർട്ടബിൾ എലമെൻറ്റ്സ് അഗെയിൻ ഇൻവെർട്ടബിൾ നമുക്കറിയാം. അതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യണം നോം ഓഫ് എക്സ് ഇൻവേഴ്സ് വൈ. പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഇൻവേഴ്സ് ഇൻറ്റു നോം വൈ. പക്ഷേ അസംഷൻ പ്രകാരം നോം വൈ ലെസ് ദാൻ 1 ബൈ നോം എക്സ് ഇൻവേഴ്സ് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ നോം എക്സ് ഇൻവേഴ്സ് ഇൻറ്റു നോം വൈ ലെസ് ദാൻ 1 ആണ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 കിട്ടി. ദാറ്റ് മീൻസ് പ്രൊഡക്റ്റിൻ നോം എക്സ് ഇൻവേഴ്സ് വൈ ലെസ് ദാൻ 1. നോം വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ തൊട്ട് മുന്നിൽ ഒരു തിയറം പ്രകാരം 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇ മൈനസ് ദാറ്റ് വാല്യൂ ഈസ് ഇൻവെർട്ടബിൾ. ദാറ്റ് മീൻസ് ഇ മൈനസ് എക്സ് ഇൻവേഴ്സ് വൈ ഈസ് ഇൻവെർട്ടബിൾ. അപ്പോൾ ഇ മൈനസ് എക്സ് ഇൻവേഴ്സ് വൈ ഈസ് ഇൻവെർട്ടബിൾ, ഓൾറെഡി എക്സ് ഈസ് ഇൻവെർട്ടബിൾ, പ്രൊഡക്റ്റ് ഓഫ് ടു ഇൻവെർട്ടബിൾ എലമെൻറ്റ്സ് അഗെയിൻ ഇൻവെർട്ടബിൾ, ദെർഫോർ എക്സ് മൈനസ് വൈ ഈസ് ഇൻവെർട്ടബിൾ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പ്രൂവ് ചെയ്യുന്നത് ഒരു ബനാങ്ക ആൾജിബ്രയിലുള്ള ഇൻവെർട്ടബിൾ ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ കളക്ഷൻ ഫോം ആൻ ഓപ്പൺ സെറ്റ് എന്നാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്തു ഒ ബി എ സെറ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾ invertible elements in the given Banach algebra. Yeah. Okay, we need to prove O is open. It is enough to prove that every member of O is an interior point. O capital O ആണ് പ്രത്യേകം ഓർക്കുക, സ്മോൾ O അല്ല. Let X element of O. Then we need to prove X is an interior point. For that purpose we consider one of the open ball centered at X with some radius. Here we are choosing the radius as 1 by norm X inverse because X inverse exists, therefore 1 by that value must be a positive quantity. So we need to prove this open board should be contained in O, means X act as an interior point. For that purpose we are taking an arbitrary element Y in the open set or open board U of X with radius 1 by norm X inverse. By the definition of the open board centered at X with a radius 1 by norm X inverse, we get the difference between the norm of norm difference between X and Y. That means norm of X minus Y should be less than the radius. That means 1 by norm X inverse. Then by the last theorem we know that X minus that value is invertible. That means X minus Y is invertible, but here X minus Y is what? Y is invertible. So you got Y is an invertible element. That means Y is a member of O. That means every member of that open board is contained in O, means that open board centered at X is a subset of O, means X act as an interior point. Since X is an arbitrary point, every point of O is an interior point, therefore O is an open set. Okay, and next a few results are there. First one is the uniqueness of the multiplicative identity in a Banach algebra. We suppose that there are two identities E1 and E2 in the Banach algebra. We need to prove they are equal. Now consider E1. By the definition of the multiplicative identity, E1 into E2, because E2 is also a multiplicative identity, but E1 into E2 can be written as E2 because E1 has the multiplicative identity. So you got E1 is equal to E2. We start from E1, we get E2. Therefore E1 equal to E2 means both identities are equal. That means there is one and only one multiplicative identity or the uniqueness of the
multiplicative identity. Next we have to prove if an element has a multiplicative inverse, it should be unique. So let x be a invertible element, and x1 and x2 are the corresponding multiplicative inverses of x. We need to prove they are equal. For that purpose we are taking x1 is multiplicative identity, means x1 equal to e equal to x1x, and x2 is a multiplicative identity, means x2 equal to, sorry, multiplicative inverse of x means x2 equal to e equal to x2x. Now we start with x1 equal to x1 into e, because e is the multiplicative identity, but e is what, x into x2, because x2 is the inverse of x. So apply the associative property for multiplication. We get x1 with x into x2, but x1 with x is equal to e, because x1 acts as the multiplicative inverse for x. So ex2, that is equal to x2. So x1 equal to x2. Therefore there is only one multiplicative inverse for each element in the Banach algebra. Next we need to prove if x and xy are invertible, then y is invertible. X and xy are invertible, we need to prove y is invertible. So y has an inverse, that means y has an inverse. We just take an element xy the whole inverse into x, which will act as a inverse for our y. So we consider the product xy the whole inverse into x into y. അപ്പോൾ വൈയുടെ ഇൻവേഴ്സ് ആയിട്ട് വരേണ്ട എലമെൻറ്റിനെ നമ്മൾ ചൂസ് ചെയ്തു, അതാണ് എക്സ് വൈ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി കിട്ടുന്ന നോക്കാം. അസോസിയേറ്റിവിറ്റി മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് വൈ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു ഇ, ബിക്കോസ് എക്സ് വൈ ഈസ് ഇൻവെർട്ടബിൾ. നെക്സ്റ്റ് റിവേഴ്സ് പ്രൊഡക്റ്റും ഇ കിട്ടണം, അതിനുവേണ്ടി വൈ ഇൻറ്റു ദാറ്റ് പ്രൊഡക്റ്റ് എക്സ് വൈ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു, ലെഫ്റ്റിൽ നമ്മൾ ഇ മൾട്ടിപ്പിൾ ചെയ്യുന്നു, ഇക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ് ഇൻവേഴ്സ് എക്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ പ്രൂഫിലും വ്യത്യസ്ത രീതിയിൽ അപ്ലൈ ചെയ്യുക. ഇവിടെ ഇക്ക് വേണ്ടി നമ്മൾ എക്സ് ഇൻവേഴ്സ് എക്സ് എടുക്കുന്നു, എക്സ് ഇൻവേഴ്സ് എക്സ് ഇൻറ്റു വൈ ഇൻറ്റു എക്സ് വൈ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എക്സ്. ഓക്കെ, സോ യു ഗോട്ട് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു xy whole inverse into x, but xy is invertible, the product becomes e, that is x inverse ex is equal to e. Therefore y into something equal to e and something into y equal to e, therefore something act as the inverse for our y. Here something is xy whole inverse into x. Our question D is prove that the element xy and yx are invertible, then x and y are invertible. അതായത് പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റ് പോലെയാണ്, എക്സ് വൈയും വൈ എക്സും ഇൻവെർട്ടബിൾ ആണെങ്കിൽ എക്സും വൈയും ഇൻവെർട്ടബിൾ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. സപ്പോസ് ചെയ്തു എക്സ് വൈ ആൻഡ് വൈ എക്സ് ആർ ഇൻവെർട്ടബിൾ, ദെർഫോർ ദർ ഇൻവേഴ്സ് എക്സിസ്റ്റ്. നൗ കൺസിഡർ an element z1 equal to xy whole inverse into x. Actually this z1 act as the inverse for our y, so that for that power to check that purpose we consider the product z1 with y. It should be equal to e, because z1 with y equal to xy whole inverse into x into y. Xy whole inverse into xy means that's equal to e. Next we consider the reverse product, that is y into z1, y into xy the whole inverse into x, and we choose for the an e into that. E into that means we take e is equal to yx the whole inverse into yx, and just apply the associativity property, yx the whole inverse into y into xy the whole inverse into x. നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. അവിടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള എലമെൻറ്റ് ഇവിടെ ലെഫ്റ്റിൽ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, yx the whole inverse into y into e into x എന്ന് കിട്ടുന്നു. ബട്ട് yx the whole inverse into yx is equal to e means y z1 equal to e. Actually we got z1 with y equal to y with z1 is equal to e, means z1 act as a inverse for our y. Here z1 is equal to what, x y the whole inverse into x. Similarly we need to prove the inverse for x. For that purpose we take z2 equal to yx the whole inverse into y, and consider z2 into x, which is equal to directly equal to e. Next consider x into z2, which is equal to x into yx the whole inverse into y, and just multiply on the left and apply xy
a whole inverse into xy in place of e, we get by using the associativity of multiplication, xy the whole inverse into x into yx into yx the whole inverse into y, yx and yx whole inverse cut each other and it becomes e, and xy the whole inverse into xy cut each other and it becomes e. Therefore we get x z2 equal to e. Therefore z2 x is equal to x z2 equal to e means z2 is the inverse for our element x. Okay, the last one is if e minus yx is invertible then e minus xy is invertible. അതായത് ഇ മൈനസ് വൈ എക്സ് ഇൻവെർട്ടബിൾ ആണെങ്കിൽ ഇ മൈനസ് എക്സ് വൈയും ഇൻവെർട്ടബിൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. സപ്പോസ് ചെയ്ത് ഇ മൈനസ് വൈ എക്സ് ഈസ് ഇൻവെർട്ടബിൾ ആൻഡ് ഇ മൈനസ് വൈ എക്സ് ഇൻവെർട്ടബിൾ ആകുമ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് അർത്ഥം. ആ ഇൻവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു എലമെൻറ്റ് കൺസിഡർ ചെയ്യുന്നു. സെഡ് ഈക്വൽ ടു ഇ പ്ലസ് എക്സ് ഇൻറ്റു ഇ മൈനസ് വൈ എക്സ് ഹോൾ ഇൻവേഴ്സ്, കാരണം അത് ഇൻവെർട്ടബിൾ ആയതുകൊണ്ടാണ് ആ ഇൻവേഴ്സ് എടുക്കുന്നത് ഇൻറ്റു വൈ. ഓക്കെ, ഈ സെഡ് ആക്ച്വലി ഇ മൈനസ് എക്സ് വൈയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആയിരിക്കും നമ്മൾ പ്രൂവ് ചെയ്യുന്നു. അതിനുവേണ്ടി സെഡ് ഇൻറ്റു ഇ മൈനസ് എക്സ് വൈ, സെഡ് ഇൻറ്റു ഇ മൈനസ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സെഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു ഇ മൈനസ് എക്സ് വൈ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എല്ലാം നടത്തി ദാറ്റ് മീൻസ് ഇ മൈനസ് എക്സ് വൈ ഇൻറ്റു ഇ കിട്ടും. അത് ഇ മൈനസ് എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു ഇ മൈനസ് വൈ എക്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇ ആണ് അടുത്ത ടേം, മൈനസ് എക്സ് ഇൻറ്റു ഇ മൈനസ് വൈ എക്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു yxy, okay, which is equal to e minus xy plus x into e minus yx whole inverse into y minus x into ey x the whole inverse into yx. അപ്പോൾ അവിടെ ഒരു ചെറിയ റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നു. അണ്ടർലൈൻ ചെയ്തെടുത്ത് yx വൈയുടെ ഇടയിൽ yxനെ നമ്മൾ yx മൈനസ് ഇ പ്ലസ് ഇ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അതിന് ഇ മൈനസ് എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു ഇ മൈനസ് വൈ എക്സ് ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു വൈ മൈനസ് എക്സ് ഇൻറ്റു ഇ മൈനസ് വൈ എക്സ് ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു വൈ എക്സ് മൈനസ് ഇ ഇൻറ്റു വൈ. അതിൽ ആ വൈ എക്സ് മൈനസ് ഇ ഒരു ടേമായിട്ടും ഈ വേറൊരു ടേമായിട്ടും ചൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എക്സ് ഇൻറ്റു ഇ മൈനസ് വൈ എക്സ് ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു ഇ വൈ എന്നൊരു ടേം കിട്ടും. അപ്പോൾ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുന്നു മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇ മൈനസ് എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു ഇ മൈനസ് വൈ എക്സ് ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു വൈ പ്ലസ് ആ രണ്ട് ടേമുകൾ നെക്സ്റ്റ് രണ്ട് ടേമുകളിൽ നിന്ന് വൈ എക്സ് മൈനസ് ഇയിൽ നിന്ന് മൈനസ് പുറത്തെടുക്കുമ്പോൾ ഇ മൈനസ് വൈ എക്സാണ് കിട്ടുക. അപ്പോൾ ഇ മൈനസ് വൈ എക്സും ഇ മൈനസ് വൈ എക്സ് ഹോൾ ഇൻവേഴ്സും കട്ട് ചെയ്ത് ഇ ആവും. പിന്നെ എക്സ് വൈ മാത്രമേ വരിക, ഒരു മൈനസ് കൂടി ഉള്ളതുകൊണ്ട് പ്ലസ് എക്സ് വൈ ആയി മാറുന്നു. മൈനസ് എക്സ് ഇൻറ്റു അടുത്ത ടേം അതേപടി തന്നെ എഴുതുന്നു. ഓക്കെ, അല്ല ഇ മൈനസ് എക്സ് വൈ മൈനസ് ടേമും പ്ലസ് ടേമും ക്യാൻസൽ ചെയ്യുന്നു. പിന്നെ ഒരു പ്ലസ് എക്സ് വൈ മൈനസ് എക്സ് വൈയും ക്യാൻസൽ ചെയ്യുന്നു. ഇ മാത്രം കിട്ടുന്നു. ദെർഫോർ സെഡിൻ്റെ ഇ മൈനസ് എക്സ് വൈയുടെ വാല്യൂ ഇ ആണ് കിട്ടുന്നു. ഇനി നമ്മൾ തിരിച്ചാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇ മൈനസ് എക്സ് വൈ ഇൻറ്റു സെഡ് ഈക്വൾ എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ ഒരു എററുണ്ട്. ഇ മൈനസ് എക്സ് വൈ ഈക്വൾ ടു എന്നല്ല എഴുതേണ്ടത്. ഇ മൈനസ് എക്സ് വൈ ഇൻറ്റു സെഡ് ഈക്വൾ ടു ഇ മൈനസ് എക്സ് വൈ ഇൻറ്റു ഇ പ്ലസ് ആ സെഡിൻ്റെ വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇ മൈനസ് എക്സ് വൈ ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ എക്സ് ഇൻറ്റു ഇ മൈനസ് വൈ എക്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു വൈ മൈനസ് അടുത്ത ടേം മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് വൈ എക്സ് ഇൻറ്റു ഇ മൈനസ് വൈ എക്സ് ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു വൈ എന്ന് കിട്ടുന്നു. ഓക്കെ, അത് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ദാറ്റ്സ് ഈക്വൾ ടു ഇ മൈനസ് എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു ഇ മൈനസ് വൈ എക്സ് ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു വൈ മൈനസ് എക്സ് ഇൻറ്റു എക്സ് വൈ എക്സ് എന്നുള്ള സ്ഥലത്ത് എക്സ് ഇൻറ്റു വൈ എക്സിൻ്റെ അവിടെ തൊട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെ ഒരു മൈനസ് സി പ്ലസ് സി ആഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ദാറ്റ്സ് ഈക്വൾ ടു ഇ മൈനസ് എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു ഇ മൈനസ് വൈ എക്സ് ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു വൈ മൈനസ് എക്സ് ഇൻറ്റു വൈ എക്സ് മൈനസ് ഇ ഇൻറ്റു ഇ മൈനസ് വൈ എക്സ് ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു വൈ മൈനസ് അടുത്തതിലാണെങ്കിൽ എക്സ് ഇ ഇൻറ്റു ഇ മൈനസ് വൈ എക്സ് ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു വൈ. ദാറ്റ്സ് ഈക്വൾ ടു ഇ മൈനസ് എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു ഇ മൈനസ് വൈ എക്സ് ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു വൈ പ്ലസ് സെയിം ടേംസിൽ ഒരു മൈനസ് പുറത്തെടുക്കുമ്പോൾ വൈ എക്സ് മൈനസ് ഇയിൽ ഒരു ടേം മൈനസ് പുറത്തെടുക്കുമ്പോൾ ഇ മൈനസ് വൈ എക്സ് കിട്ടും. അത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ പ്ലസ് എക്സ് വൈ തന്നെയാവും. മൈനസ് എക്സ് ഇൻറ്റു ഇ മൈനസ് വൈ എക്സ് ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു വൈ പ്ലസ് ടേം മൈനസ് ടേം ക്യാൻസൽ ചെയ്തു. എക്സ് വൈ മൈനസ് എക്സ് വൈ ക്യാൻസൽ ചെയ്തു വിച്ച് ഈസ് ഈക്വൾ ടു ഇ. ദെർഫോർ ഇ മൈനസ് എക്സ് വൈ ഇൻറ്റു സെഡ് ഈക്വൾ ടു ഇ. ദെർഫോർ ഇ മൈനസ് എക്സ് വൈ ദ ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൾ ടു സെഡ് എന്ന് കിട്ടും. നെക്സ്റ്റ് പറയുന്ന റിസൾട്ട് 5.a ആണ്. ഇഫ് എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് നോം എക്സ് ലെസ് ദാൻ 1 then
നോം ഓഫ് ഇ മൈനസ് എക്സ് ദ ഹോൾ ഇൻവേഴ്സ് മൈനസ് ഇ മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് നോം എക്സ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. നോം എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ റിസൾട്ട് 10.1.2 പ്രകാരം ഇ മൈനസ് എക്സ് ഇൻവെർട്ടബിൾ ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ഇ പ്ലസ് എക്സ് പ്ലസ് എക്സെട്ര. Therefore, we consider norm of e minus x the whole inverse minus e minus x is equal to അതിൽ രണ്ട് ടേം ഫസ്റ്റ് 2 ടേംസ് കട്ട് ചെയ്ത് പോയി, ബാലൻസ് ടേമുകളുള്ളത്. ഓക്കെ, അതിൽ ട്രയാങ്കിൾ ഇനിക്വാലിറ്റിയും അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടിയും കൂടെ അറ്റ് എ ടൈമിൽ അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ പ്ലസ് നോം എക്സ് ക്യൂ പ്ലസ് നോം എക്സ് റൈസ് ടു 4 പ്ലസ് എക്സെട്ര ആയി മാറുന്നു. നോം എക്സ് സ്ക്വയറിനെ പുറത്തെടുക്കുമ്പോൾ ഇവിടെ നോം എക്സ് സ്ക്വയറാണ് നമ്മൾ പുറത്തെടുക്കുന്നത്. നോം എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് റിയൽ നമ്പറാണ്. റിയൽ നമ്പർ എന്ന് പുറത്തെടുക്കുമ്പോൾ 1 ആയിരിക്കും വരിക. അതേസമയത്ത് എക്സ് ആണ് പുറത്തെടുക്കുമ്പോൾ ഇ ആയിരിക്കും വരിക. അത് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ നോം എക്സ് സ്ക്വയറിൻ്റെ 1 പ്ലസ് എക്സ് നോം എക്സ് പ്ലസ് എക്സെട്ര 1 പ്ലസ് നോം എക്സ് പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് 1 മൈനസ് നോം എക്സ് ദ ഹോൾ റൈസ് ടു -1 ആണ്. അതായത് താഴത്തേക്ക് പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് നോം എക്സ് കിട്ടുന്നു. ഇതേപോലെ അടുത്തൊരു റിസൾട്ട് കൂടിയുണ്ട്. if x is invertible and y is a member such that norm x minus y less than 1 by norm x inverse. തൊട്ട് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്തത് y is invertible നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത കാര്യമാണ്. ഇനി നമ്മൾ അടുത്ത അതിനകത്ത് പ്രൂവ് ചെയ്യേണ്ടത് നോം എക്സ് ഇൻവേഴ്സ് വൈ ഇൻവേഴ്സ് എസ് ആർ ഈക്വൽ ടു നോം എക്സ് ഇൻവേഴ്സ് സ്ക്വയർ ഇൻറ്റു നോം എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് നോം എക്സ് ഇൻവേഴ്സ് ഇൻറ്റു നോം എക്സ് മൈനസ് വൈ എന്ന് പ്രൂവ് ചെയ്യണം. സപ്പോസ് ഇത് എക്സ് ഈസ് ഇൻവെർട്ടബിൾ ആൻഡ് നോം എക്സ് മൈനസ് വൈ ലെസ് ദാൻ 1 ബൈ നോം എക്സ് ഇൻവേഴ്സ്. തിയറം 10.1.3 പ്രകാരം എക്സ് മൈനസ് വൈ ഈസ് ഇൻവെർട്ടബിൾ, therefore y ഈസ് ഇൻവെർട്ടബിൾ. ഇനി നമുക്ക് വൈ ഇൻവേഴ്സും എക്സ് ഇൻവേഴ്സും തമ്മിലുള്ള നോമിൻ്റെ ഡിഫറൻസിൻ്റെ വാല്യൂ കൂടി കണ്ടെത്തണം. അതിനുവേണ്ടി y ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. y ക്യാൻ ബി റിട്ടേൺ ആസ് എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഈ എക്സ് പ്ലസ് വൈ മൈനസ് എക്സിൽ നിന്ന് എക്സ് ഇൻവെർട്ടബിൾ ആയതുകൊണ്ട് നമുക്ക് എക്സിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു ഇ പ്ലസ് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടുന്നു. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ മൈനസ് എക്സ്. കാരണം വൈ മൈനസ് എക്സിനെ എക്സ് മൈനസ് വൈയിലേക്ക് മാറ്റുമ്പോൾ അത് ഇ മൈനസ് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു എക്സ് മൈനസ് വൈ ആയി മാറുന്നു. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റാണ് നമുക്കിവിടെ ആവശ്യം. നൗ കൺസിഡർ നോം ഓഫ് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു എക്സ് മൈനസ് വൈ. അതായത് ആ വൈ എഴുതിയതിലെ ബ്രാക്കറ്റിനുള്ള ടേമിലുള്ള സെക്കൻഡ് ടേമാണ് എടുത്തത്, എക്സ് ഇൻവേഴ്സ് ഇൻറ്റു എക്സ് മൈനസ് വൈ. അതിന് നോം എടുക്കുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഇൻവേഴ്സ് ഇൻറ്റു നോം എക്സ് മൈനസ് വൈ. പക്ഷേ അസംഷൻ പ്രകാരം ദാറ്റ് പ്രോഡക്റ്റ് ഷുഡ് ബി ലെസ് ദാൻ 1. അപ്പോൾ നോം വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ പ്രൊപ്പോസിഷൻ 10.1.2 പ്രകാരം ഇ മൈനസ് ദാറ്റ് ഈസ് ഇൻവെർട്ടബിൾ ആൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 0 to infinity ആ വാല്യൂവിൻ്റെ റൈസ് ടു കെ. ദാറ്റ് മീൻസ് എക്സ് ഇൻവേഴ്സിൻ്റെ എക്സ് മൈനസ് റൈസ് ടു കെ. therefore y ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു നമുക്ക് y ഇൻവേഴ്സ് പറഞ്ഞാൽ എന്താണ്, എക്സും ഇൻവെർട്ടബിൾ ആണ്, അടുത്ത ടേം ഇൻവെർട്ടബിൾ ആണ്. y ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ദാറ്റ് ദ ഹോൾ ഇൻവേഴ്സ്. പക്ഷേ എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ്. അത് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇ മൈനസ് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു എക്സ് മൈനസ് വൈ ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് എന്ന് കിട്ടുന്നു. therefore എക്സ് ഇൻവേഴ്സ് മൈനസ് വൈ ഇൻവേഴ്സ് ഈക്വൽ ടു എക്സ് ഇൻവേഴ്സ് മൈനസ് വൈ ഇൻവേഴ്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സ് ഇൻവേഴ്സ് കോമൺ ആണ്. എക്സ് ഇൻവേഴ്സിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക ഇ മൈനസ് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു എക്സ് മൈനസ് വൈ ദ ഹോൾ ഇൻവേഴ്സ് എന്ന രൂപത്തിലുള്ള ടേം കിട്ടും. ഓക്കെ, ഇനി ആ ടേമിൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇ മൈനസ് സമ്മേഷൻ കെ ഈക്വൽ ടു 0 to infinity എക്സ് ഇൻവേഴ്സ് ഇൻറ്റു എക്സ് മൈനസ് ഐസ് ടു കെ എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് കെ എസ് ഫസ്റ്റ് ടേം ഇ ആണ്, ഒരു മൈനസ് ഇ ഉണ്ടാവുക. അതുപോലെ ഇവിടെ ഒരു ഇ ഉണ്ട്. രണ്ടും തമ്മിൽ കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം മുതൽ സെക്കൻഡ് ടേം മുതൽ സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് മൈനസ് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു സമേഷൻ കെ വേരീസ് ഫ്രം 1 to infinity ആവും. കാരണം 0th ടേം ഇ ആണ്, പ്ലസ് ഇ മൈനസ് ഇ കട്ട് ചെയ്ത് പോയതാണ് അവിടെ. ഓക്കെ, therefore നോം ഓഫ് എക്സ് ഇൻവേഴ്സ് മൈനസ് വൈ ഇൻവേഴ്സ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഇൻവേഴ്സ് ഇൻറ്റു, കാരണം മൈനസ് അവിടെ ഇല്ലാതാവും നോം എടുക്കുമ്പോൾ, ഇൻറ്റു നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് ട്രയാങ്കിൾ ഇനിക്വാലിറ്റിയും അതുപോലെ തന്നെ നോമിൻ്റെ പ്രോപ്പർട്ടിയും അറ്റ് എ ടൈമിൽ ഇവിടെ പ്രൊഡക്റ്റ് നോമിൻ്റെ പ്രോപ്പർട്ടി ഇവിടെയുണ്ട്. നോം ഓഫ് എക്സ് ഡോട്ട് വൈ ലെസ് ആർ ഈക്വൽ നോം എക്സ് ഡോട്ട് നോം വൈ. അതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് അടുത്ത ടേം കിട്ടിയിരിക്കുന്നത്. നോം എക്സ് ഇൻവേഴ്സ് ഇൻറ്റു സമേഷൻ കെ വേരീസ് ഫ്രം 1 to infinity. ഡയറക്റ്റ് സമേഷൻ എടുക്കാൻ പറ്റില്ല, പക്ഷേ നമ്മൾ അവിടെ ഫൈനൈറ്റ് സമേഷൻ എടുത്ത് അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. നോം എക്സ് ഇൻവേഴ്സ് ഇൻറ്റു കെ ഇൻറ്റു നോം എക്സ് മൈനസ് ഹോൾ റൈസ് ടു കെ ആണ്.
അതിൽ നിന്ന് നമ്മൾ കോമൺ ടേം പുറത്തേക്ക് എടുക്കുക. അതായത് നോം എക്സ് ഇൻവേഴ്സും ഒരു എക്സ് മൈനസ് വൈയും പുറത്തേക്ക് എടുക്കുമ്പോൾ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് നോം എക്സ് ഇൻവേഴ്സ് ഇൻറ്റു നോം എക്സ് ഇൻവേഴ്സ് ഇൻറ്റു നോം എക്സ് മൈനസ് വൈ ഇൻറ്റു സമേഷൻ കെ വേരീസ് ഫ്രം 0 to infinity നോം എക്സ് ഇൻവേഴ്സ് റൈസ് ടു കെ നോം എക്സ് മൈനസ് വൈ റൈസ് ടു കെ എന്നായി മാറും. പക്ഷേ ആക്ച്വലി സമേഷൻ 0 to infinity സംതിങ് റൈസ് ടു കെ എന്ന് പറയുന്നത് 1 മൈനസ് ദാറ്റ് എന്ന ഫോമിലേക്കാണ് വരിക. ദാറ്റ്സ് ഈസ് ഈക്വൽ ടു നോം എക്സ് മൈനസ് വൈ ഇൻവേഴ്സ് 2 പ്രാവശ്യം വരുന്നതുകൊണ്ട് നോം എക്സ് ഇൻവേഴ്സ് സ്ക്വയർ ഇൻറ്റു നോം എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് നോം എക്സ് ഇൻവേഴ്സ് ഇൻറ്റു നോം എക്സ് മൈനസ് വൈ എന്നേ ഉള്ളൂ. അവിടെ റൈസ് ടു കെ ഇല്ല, അതൊരു അതാണ്. കെ അവിടെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ഓർക്കുക.